ഒരു ഇന്റർവ്യൂവിനിടെ മോശമായി സംസാരിച്ച ആങ്കറോട് ദേഷ്യപ്പെടുന്ന രേണുസുധിയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഈ അടുത്ത് രേണുസുധി ബഹ്റിനിൽ ഒരു ഇവന്റിൽ അതിഥിയായി പോയിരുന്നു. ഈ പ്രോഗ്രാമിനിടെ ബൗൺസേഴ്സിനൊപ്പം ഫോട്ടോയും എടുത്തിരുന്നു. ഈ ഫോട്ടോയ്ക്ക് വന്ന മോശം കമൻ്റാണ് ആങ്കർ വായിച്ചത്. ചേച്ചി നിങ്ങൾ താങ്ങൂല, ജയിച്ചാലും കളി നിർത്താത്ത ടീംസാണ് എന്ന കമൻ്റ് വായിച്ച ആങ്കർ ചേച്ചി ശരിക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ഇതോടെ രേണു ദേഷ്യപ്പെട്ടു. കയ്യിലിരുന്ന ഗ്ലാസ്സിലെ വെള്ളം നിലത്തൊഴിച്ചു. നീ ഇപ്പോൾ പറഞ്ഞ കമൻറ്റിന് നിന്റെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കണം. നീ എൻ്റെ കിച്ചുവിൻ്റെ പ്രായമായിപ്പോയി. എന്ത് വൃത്തികേടാണ് നീ ചോദിക്കുന്നത്? ഇതിനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത്? കിച്ചുവിൻ്റെ പ്രായമായതുകൊണ്ട് നിന്നെ ഞാനൊന്നും പറയുന്നില്ല. കട്ട് ചെയ്തേക്ക് മതിയെന്ന് രേണു പറയുന്നു. എന്നാൽ അവതാരക വിടുന്നില്ല. ഞാൻ കമൻറ്റ് വായിച്ചെന്നേയുള്ളൂ, നിങ്ങൾ റൈസ് ആകേണ്ട ആവശ്യമില്ല എന്ന് ഈ പെൺകുട്ടി പറഞ്ഞു. അപ്പോഴും രേണു കടുപ്പിച്ച് സംസാരിച്ചു. ഇത്ര വൃത്തികെട്ട കമൻസ് ആണോ വായിക്കുന്നത്? അമ്മയെപ്പോലുള്ള ഒരാളോട് ഇങ്ങനെയാണോ നീ ചോദിക്കുന്നത്? ഇത് കട്ട് ചെയ്ത് നിനക്ക് ചോദിക്കാമല്ലോ. നിന്റെ ദേഹത്ത് ഞാൻ ഒഴിച്ചില്ല. എനിക്ക് മാന്യത ഉള്ളത് കൊണ്ടാണ് ഒഴിക്കാത്തത്. വീട്ടിലെ ആരോടെങ്കിലും ഇങ്ങനെ ചോദിച്ചു നോക്ക്, നീ അടി കിട്ടും നിനക്ക്. അടിക്കാത്തത് എൻ്റെ മാന്യത. ഇങ്ങനെ ചോദിക്കുന്ന കുറേ എണ്ണമുണ്ട്. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി, ഇങ്ങോട്ട് വേണ്ട. നിർത്തിയേക്കുമെന്നും രേണു പറയുന്നു. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിലൊന്ന് രേണുസുധിയാണ്. രേണുസുധിയെ വിടാതെ പിന്തുടരുകയാണ് ചിലർ. കൊല്ലം സുധിയെയും രേണുസുധിയെയും അടുത്തറിയുന്നവർ പോലും രേണുവിനെതിരെ തിരിഞ്ഞു. ലൈം ലൈറ്റിൽ സജീവ സാന്നിധ്യമായ രേണുവിൻ്റെ സ്വകാര്യ ജീവിതം ചികഞ്ഞു പോകുന്നവർ ഏറെയാണ്. അധിക്ഷേപങ്ങൾ കടുത്തതോടെ പോലീസിൽ പരാതി നൽകുക പോലും ചെയ്തിരുന്നു. രേണുവിൻ്റെ പ്രതികരണത്തിൽ കുറച്ച് പക്വത വന്നിരിക്കുന്നു. എന്തിനാ രേണു ഇതൊക്കെ വിളിക്കുമ്പോൾ പോകുന്നത് എന്നും ചിലർ കമൻറ്റ് ചെയ്യുന്നു. എന്നാൽ ഈ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടുന്നവർ പൊട്ടന്മാരാണെന്നും ചാനലിൻ്റെ റീച്ചിനു വേണ്ടിയാണ് ഇത്തരം നാടകമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവരും ചില്ലറയല്ല.